കിലിയൻ എംബാപ്പെ ഇത്തരത്തിലുള്ള ഒരു ഫോമിൽ ആള് കളിച്ചു പോയാല് ഇക്കൊല്ലത്തെ വേൾഡ് കപ്പ് ഫ്രാൻസിനെ അടിക്കുന്നില്ല വലിയ ചോദ്യമാണ്. ഈ ഒരു സീസണിൽ എംബാപ്പെ കളിച്ച 40 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളുകളും ഏകദേശം 8 അസിസ്റ്റുകളും താരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 40 ഗെയിംസിൽ നിന്ന് 52 ഗോൾ കോൺട്രിബ്യൂഷനാണ് എംബാപ്പെ ഈ വർഷം നടത്തിയിട്ടുള്ളത്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ എംബാപ്പെ ബ്രസീലിനെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്തതോടുകൂടി ഫ്രാൻസിന് വേണ്ടിയിട്ട് 56 ഗോൾ സ്കോർ ചെയ്തു. അതായത് ഫ്രാൻസിന്റെ ഹിസ്റ്ററിയിൽ ഒലിവർ ജുറൂദ് 57 ഗോളുകളാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. എംബാപ്പെ 56 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിനോട് കൂടി എംബാപ്പയ്ക്ക് ആ ഒരു ഫ്രാൻസിന്റെ ആൾ ടൈം ടോപ്പ് സ്കോറർ എന്നുള്ള ഒരു റെക്കോർഡും എംബാപ്പയ്ക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീസൺ നമ്മൾ എംബാപ്പെ ഭയങ്കര ഫോം വരുന്നു. പക്ഷെ ആ ഒരു ബെൻഫിക്കെതിരായ മത്സരത്തിൽ എംബാപ്പയ്ക്ക് പരിക്ക് പറ്റിയതിനു ശേഷം പിന്നെ പുള്ളിക്കാരനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ റിയൽ മാഡ്രിഡിന് സിറ്റിക്കെതിരെ മത്സരം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അത്ലറ്റിക്കോക്കെതിരെ മത്സരം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും എംബാപ്പെ ഒരു ലാസ്റ്റ് ടൈമിൽ ഇറക്കുക മാത്രമാണ് കോച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ എംബാപ്പെ കളിച്ചു, എംബാപ്പെ ഒരു ഗോൾ നേടി. ഇനി എംബാപ്പയ്ക്ക് ഒരു ഗോൾ കൂടി സ്കോർ ചെയ്താൽ ആ ഒരു എന്താ പറയാ ഈക്വലൈസ് ചെയ്യാം. 2 ഗോൾ ഫ്രാൻസിന് വേണ്ടി സ്കോർ ചെയ്താൽ ആൾ ടൈം ടോപ്പ് സ്കോർ ആയിട്ട് മാറാം. അതുപോലെ തന്നെ ലാലിഗയിലും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും ഇപ്രാവശ്യത്തെ ടോപ്പ് സ്കോർ കിലിയൻ എംബാപ്പെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ചാമ്പ്യൻസ് ലീഗും ലാലിഗും റിയൽ മാഡ്രിഡ് അടിക്കുമെന്നുള്ള കാര്യം നമ്മൾ നോക്കി കാണേണ്ടതാണ്. ഏതായാലും എംബാപ്പെ ഈ ഒരു രീതിയിൽ ആള് ഫോം ആയി പോയാൽ, അതുപോലെ തന്നെ വേൾഡ് കപ്പിന് ഒരു നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനും പറ്റിയാൽ ബാലൻ ഡി ഓർ എംബാപ്പയ്ക്ക് നേടാൻ സാധ്യത കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.